തുടരും എന്ന ചിത്രം ഒരു മികച്ച പ്രതികാര നാടകമാണ്. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ഹൃദയസ്പർശിയായ പ്രകടനത്താൽ ഈ സിനിമ കൂടുതൽ മികവുറ്റതാക്കുന്നു. റാണിയിലെ ശാന്തമായ മലയോര പട്ടണത്തിൽ ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവർക്ക് മോഹൻലാൽ അവതരിപ്പിക്കുന്നു. തന്റെ പഴക്കമുള്ള അംബാസഡർ കാറാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന്. ബെൻസ് എന്ന് വിളിപ്പേരുള്ള ഇദ്ദേഹം ഭാര്യ ലളിത, ശോഭന, മകൻ പവൻ, തോമസ് മാത്യു, മകൾ അമൃതവർഷിണി എന്നിവർക്കൊപ്പം സന്തുഷ്ടമായ ഒരു മധ്യവർഗ ജീവിതം നയിക്കുന്നു. ഒരു കാലത്ത് സിനിമയിൽ സ്റ്റൺമാനായിരുന്ന ഷൺമുഖൻ ഒരു ദുരന്തം കാരണം ആ ലോകം ഉപേക്ഷിക്കുകയായിരുന്നു. ഒരു ദിവസം മകന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കാർ ഒരു സന്തോഷയാത്രയ്ക്ക് കൊണ്ടുപോവുകയും ഒരു അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് വർക്ക്ഷോപ്പിൽ നിന്ന് ആ കാർ പോലീസ് പിടിച്ചെടുക്കുന്നു. കാരണം ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരൻ അതിൽ കഞ്ചാവ് കടത്തിയെന്ന് കണ്ടെത്തുന്നു. തന്റെ ഏക ഉപജീവന മാർഗം തിരികെ ലഭിക്കാൻ ബെൻസ് SI ബെന്നിയെ ബിനു പപ്പു സമീപിക്കുന്നു. എന്നാൽ CI ജോർജ് മാത്യു, പ്രകാശ് വർമ്മ ഇതിൽ ഇടപെടുകയും വിചിത്രമായ സംഭവങ്ങളുടെ ഒരു ശൃംഖലയിലേക്ക് ബെൻസിനെ നയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ബെൻസിനോട് ഒരു കല്യാണത്തിനും പിന്നീട് ഒരു വിജനമായ വനത്തിലേക്കും ഓഫീസർമാരെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. അവിടെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അയാളെ കാത്തിരിക്കുന്നു. ഷൺമുഖന്റെ ജീവിതത്തിൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു, ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ഓഫീസർമാർക്ക് പങ്കുണ്ടോ എന്നതാണ് തുടരും എന്ന സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ ചിത്രം ലളിതമായ ഒരു കഥാഘടനയിലൂടെ കടന്നു പോകുമ്പോൾ പോലും മോഹൻലാലിന്റെ സ്വാഭാവിക അഭിനയം ഇതിനെ ഒരു സാധാരണ പ്രതികാര ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. കഥയുടെ ആദ്യ പകുതി അല്പം സാവധാനത്തിലാണെങ്കിലും രണ്ടാം പകുതിയിൽ വേഗത കൂടുകയും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുനയിൽ നിർത്തുകയും ചെയ്യുന്നു. ദൃശ്യം പോലുള്ള സിനിമകളുടെ ഒരു സ്വാധീനം ഈ ചിത്രത്തിനുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സാധാരണ കുടുംബത്തിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുന്നു. മൊത്തത്തിൽ തുടരും എന്നത് ഒരു ലളിതമായ കഥ പറച്ചിലും മോഹൻലാലിന്റെ മികച്ച പ്രകടനവും കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചിത്രമാണ്. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.